ഓക്കെ. എന്നാൽ ഒരു കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആശ്വാസകരമായ ആ വാർത്തയും വരുന്നു. 4 വയസ്സുകാരൻ യദുവിനെ കാണാതായി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തി എന്നാണ് നമ്മൾ ലഭിക്കുന്നത്. വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാതെ ഉത്കണ്ഠയിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ മുഴുവനും. എന്നാൽ യദുവിനെ ഇപ്പോൾ കണ്ടെത്തി എന്നുള്ള സന്തോഷകരമായ വാർത്ത നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. വി ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഫയർഫോഴ്സിൻ്റെ പരിശോധനയിലാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അപകടമുണ്ടായതിനു ശേഷം ഒരു മരണം നടന്നു. പിന്നീടാണ് ഒരു 4 വയസ്സുകാരനെ കാണാനില്ലെന്ന സംശയം ടീച്ചർ പ്രകടിപ്പിച്ചത്. പിന്നീടാണ് ഫയർഫോഴ്സ് സംഘം ഈ കരുമാൻതോട് വാഹനാപകടം നടന്ന തോടിന് സമീപത്ത് വലിയ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. 4 വയസ്സുകാരൻ യദുവിനെ ഫയർഫോഴ്സ് കണ്ടെത്തിയിരിക്കുന്നു. കുട്ടി സുരക്ഷിതനാണ്. ഈ അപകടം നടന്ന് കുറച്ച് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് കുട്ടിയും സമയത്ത് ഭയചരിതനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും യദുവിനെ കണ്ടെത്തിയിരിക്കുന്നു. വൈകിട്ട് 4:30 ഈ ഓട്ടോറിക്ഷ കുട്ടികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത്. റോഡിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. 50 അടിയോളം താഴ്ചയിലേക്കാണ് ഈ ഓട്ടോറിക്ഷ മറിഞ്ഞതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ അപകടത്തിൽ ആദ്യഘട്ടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ലെന്നൊരു വിവരമാണ് ലഭിച്ചത്. പിന്നീടാണ് ഒരു കുട്ടിയെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീടാണ് ഒരാളെ കാണാനില്ല, ഒരു കുട്ടിയെ കാണാനില്ല എന്നൊരു സംശയം അധ്യാപിക പ്രകടിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഫയർഫോഴ്സ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി പ്രദേശത്ത് വലിയ പരിശോധന നടത്തിയത്. ഈ വനത്തോട് ചേർന്നുള്ള സ്ഥലമാണ്, വലിയ കാടും പൊന്തയുമൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രി വലിയ വെളിച്ചവും സംവിധാനവും ഒക്കെ വെച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ എന്തായാലും ഒരു കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. 4 വയസ്സുകാരൻ യദുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ആശ്വാസമാണ് സ്കേൻ. കാരണം ഈ ഒരു അപകടമുണ്ടായി, ഒരു പ്രശ്നവുമില്ല എന്ന് പോലീസ് ഉൾപ്പെടെ ആശ്വസിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു മരണം നടക്കുന്നത്. പിന്നാലെയാണ് ഇത്തരത്തിലൊരു കുട്ടിയെ 4 വയസ്സുകാരനെ കൂടി കാണാനില്ല എന്ന് പറയുന്നു. രാത്രി സമയമാണ്. ഈ കുട്ടിക്ക് എന്തു പറ്റുമെന്നൊരു ആശങ്ക എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ആശങ്കകൾക്കിടയിലാണ് ഇപ്പോൾ എന്തായാലും ഈ 4 വയസ്സുകാരൻ യദുവിനെ കണ്ടെത്തുന്നത്. വലിയ ആശ്വാസം. ഈ മരണത്തിനിടയിലും ഈ അപകട വാർത്തക്കിടയിലൊക്കെ തന്നെ ഇത് നാട്ടുകാരെ സംബന്ധിച്ചും ഈ തെരച്ചിൽ നടത്തുന്ന പോലീസുകാരെയും ഫയർഫോഴ്സുകാരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കാരണം ആ 4 വയസ്സുകാരൻ ഈ രാത്രി എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന ഒരു ആശങ്ക എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ആശങ്കയ്ക്കിടയിലാണ് ആ 4 വയസ്സുകാരനെ കണ്ടെത്തുന്നതിന് വേണ്ടി രാത്രിയും വെളിച്ചം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പ്രദേശത്ത് വലിയ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ എന്തായാലും യദുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. യദുവിന് മറ്റു കുഴപ്പങ്ങളില്ല എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. കാരണം വനത്തോട് ചേർന്നുള്ള കുറച്ച് മാറിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്ക് ഉൾപ്പെടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പ്രാഥമികമായ വിവരമാണ്. എന്തായാലും അധികം വൈകാതെ ഇവിടെ നിന്ന് പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് യദുവിനെ കൊണ്ടുവരുന്നുണ്ടായ ഈ ഓട്ടോറിക്ഷ അപകടത്തിന്റെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? ഈ അപകടത്തിൽ മറ്റ് ദുരൂഹതകളില്ല എന്നാണ് പോലീസും മറ്റും പറയുന്നത്. ഈ റോഡിൽ പാമ്പിനെ കണ്ടു. 7ഓളം കുട്ടികളുമായാണ് ഈ ഓട്ടോറിക്ഷ വന്നുകൊണ്ടിരുന്നത്. രാജേഷ് എന്ന് പറയുന്ന ഡ്രൈവറാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം റോഡിൽ പാമ്പിനെ കണ്ടതോടുകൂടി വണ്ടി ഒന്ന് വെട്ടിച്ചു. ആ ഘട്ടത്തിലാണ് നിയന്ത്രണം വിട്ട് വണ്ടി ഈ തോട്ടിലേക്ക് മറയുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അപകടത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിലേക്കും മറ്റും എത്തിയത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് കോന്നിയിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി ബാക്കി കാര്യങ്ങൾ ചെയ്തു. കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു കുട്ടിക്ക് സാരമായ പരിക്കുകളോടുകൂടിയാണ് എന്ന് വിചാരിച്ചാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ ഈ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇങ്ങനെ മറ്റൊരു കുട്ടിയെ കൂടി കാണാനില്ല എന്ന ഒരു സംശയം അധ്യാപിക പ്രകടിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഈ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ നിലവിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ ആദിലക്ഷ്മി എന്ന് പറയുന്ന 7 വയസ്സുകാരി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിക്കാണ് ജീവൻ ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത്. വൈകിട്ട് 4:00 സ്കേൻ ഈ കരുമാന്തോട് ഇത്തരത്തിലൊരു അപകടം. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.